സിനി ഫയൽസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ജിത്തു അഷ്റഫ് ആണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നായാട്ട് സിനിമയുടെ കോ ഡയറക്ടറാണ്. ഇരട്ട സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഫസ്റ്റ് ടൈം ആണ് ഒരു മൂവി ഡയറക്ട് ചെയ്യുന്നത്. കുഞ്ചാക്കോ ബോബൻ, പ്രിയമണി പോലുള്ളവരാണ് അഭിനയിച്ചിട്ടുള്ളത്. ക്രൈം ത്രില്ലർ ജോണറിൽപ്പെട്ട സിനിമയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്രൈം ത്രില്ലർ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിനെ മറികടക്കുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായി ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു പാറ്റേൺ, സ്ഥിരം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും കണ്ടിരിക്കാൻ കൊള്ളാവുന്ന വൃത്തിക്ക് ചെയ്തു വെച്ചൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇപ്പൊ ഇതിനകത്ത് കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്ന CA ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ കണ്ടെത്തുന്ന കുറച്ച് കാര്യങ്ങൾ, കേസ് അന്വേഷണം, ഇതൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. CA ഹരിശങ്കർ സസ്പെൻഷനിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ആദ്യമായിട്ട് ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു മുക്കുപണ്ടവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം വരുന്നു. തുടക്കത്തിൽ വളരെ നിസാരമാണെന്ന് തോന്നിക്കുന്ന ആ കേസ് അന്വേഷണം പോകെ പോകെ അത്ര നിസാരമല്ല എന്ന് കാണിക്കുന്നു. അതിന് പുറകിൽ കുറെ കാര്യങ്ങളുണ്ടെന്ന് കാണിക്കുന്നു. ഇതൊക്കെയാണ് സിനിമ പറയുന്നത്. അപ്പൊ ഈ സിനിമയില് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുവതലമുറ മൊത്തം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ 2K കിഡ്സിന്റെ ഒക്കെ ആ ഒരു ഡ്രഗ്സിന്റെ ഉപയോഗം, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ പോലും ഇത് വ്യാപകമായിട്ട് പ്രചരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡ്രഗ്സിലേക്ക് എത്തുന്ന ആളുകൾ എങ്ങനെയാണ് ആന്റി സോഷ്യൽ ബിഹേവിയർ പുറത്തേക്ക് എടുക്കുന്നത്, എങ്ങനെയാണ് അവർ ക്രൈം ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള മൂവിയാണ്. എന്നാൽ അതേസമയം കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കാര്യം, ഈ വർഷങ്ങളായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ബ്രെയിൻ അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല. അവർ ഭയങ്കര മൂഡ് സ്വിങ്സിന്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് കുറെ സാവകാശം എടുത്ത് ചിന്തിച്ച് ക്രൈം ചെയ്യാനുള്ള ആ ഒരു ക്ഷമയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സീരിയൽ കില്ലേഴ്സിനെ പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ക്രൈം ചെയ്യാനുള്ള ആ ക്ഷമ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷമ ഉണ്ടാവാൻ സാധ്യത ഇവർക്ക് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു സംഭവം മാത്രം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോ സിനിമയാണെങ്കിൽ കൂടിയും അത് കുറച്ച് പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ ചാക്കോച്ചന്റെ പെർഫോമൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു നടന് അഴിഞ്ഞാടാനുള്ളൊരു സ്പേസ് ഇട്ടുകൊടുത്തേക്കാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരേക്കും ഇയാൾ പല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അഭിനയം ഇൻ ദി സെൻസ് ഇന്നേവരേക്കും ചാക്കോച്ചൻ കാണിക്കാത്ത രീതിയിലുള്ളത്. ഇതിനകത്ത് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് പല സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന ഒരു മൊമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടല്ലോ റിലേറ്റബിൾ ആവുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ചാക്കോച്ചിന്റെ ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ചാക്കോച്ചിനെ ആലോചിച്ച് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അതിശയം തോന്നുക. അത്രയും അത് ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അത് അത്രയും ഈ ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചാക്കോച്ചൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര ഭീകരമാണ്. ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. ഇയാൾ ഭയങ്കരമായിട്ടുള്ള സൈക്കിക് ബിഹേവിയർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചാക്കോച്ചൻ തുടക്കത്തിൽ തന്നെ, സിനിമ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ചാക്കോച്ചന്റെ ആ ഒരു ഫസ്റ്റ് സീൻ ഉണ്ട്. ആ സീനകത്ത് പോലും ഇയാളുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് അവിടെ തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. ഇയാൾ എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ബിഹേവിയർ എത്രത്തോളം മോശമാണെന്നുള്ള അവസ്ഥയൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചാക്കോച്ചനെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാണാത്ത രീതിയിൽ, കണ്ട് ശീലിക്കാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് കഥയിലേക്ക്, കാര്യങ്ങളിലേക്ക് പിന്നീട് കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പതിവ് സിനിമയുടെ സ്റ്റൈൽ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം സിനിമയുടെ ഹൈലൈറ്റ് ചാക്കോച്ചന്റെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ പ്രിയമണിയുടെ ക്യാരക്ടർ. തുടക്കത്തിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു വരേക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പണ്ടത്തെ കൂട്ട് നമ്മുടെ സിനിമകളിൽ വരുന്ന നായകനെ പിൻപറ്റുന്ന ഒരു സാധാരണ കഥാപാത്രമായിരിക്കുമോ ഇത്, ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പോകെ സിനിമ മുമ്പോട്ട് പോകുന്തോറും ആ ഒരു കൺഫ്യൂഷൻ മാറി. ഇതിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ സാധാരണ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരൊന്നും അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് അവിടെ പ്രാധാന്യമുണ്ട്. ഇവർ ചെയ്തിട്ടില്ല. ഒരു നായകനെ പിൻപറ്റി പോകുന്ന, ചുമ്മാ വന്നു പോകുന്ന ഒരു നായികയല്ല. അപ്പൊ ആ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ, ജഗദീഷ് കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു ആക്ടർ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും എടുക്കുന്നു, നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ അച്ഛന്റെ ദയനീയത എന്താണെന്നും, അല്ലെങ്കിൽ ആ ഒരു അച്ഛനോട് നമുക്ക് ഒരു സെന്റിമെന്റ്സ് വർക്കാവാനുള്ള എല്ലാ സാധനങ്ങളും ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പുള്ളിക്ക് ഇതിനകത്ത് പെർഫോം ചെയ്യാനുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ വന്നു പോയ ഭാഗങ്ങൾ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇയാൾക്ക് എത്രത്തോളം സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക്
ആ ക്യാരക്ടറിനെ ഓർക്കാൻ ഉള്ള സംഭവങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്താനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ സിനിമ കൊണ്ട് കൂടുതൽ ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ആക്ടറാണ് വിശാഖ് നായർ. വിശാഖ് നായർ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്, ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കണ്ട ആരും വിശാഖ് നായരുടെ ആ ഒരു പെർഫോമൻസ് മറക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ രഘുനാഥ് പാലേരി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് യൂത്തിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനകത്ത് വന്ന എല്ലാ പിള്ളേരും, എനിക്ക് എല്ലാവരും പേരൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് വന്നിട്ടുള്ള അന്ന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത പെൺകുട്ടിയൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു ആ കുട്ടിയുടെ ഒക്കെ. ഷാഹി കബീറാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. സിനിമ തുടങ്ങിക്കഴിഞ്ഞ അവസാനം വരയ്ക്കും ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ആ സ്ക്രിപ്റ്റിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ടുള്ള പുതുമ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷാഹി കബീറിന്റെ സ്ക്രിപ്റ്റിലുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ജേക്സ് ബിജോയാണ് സിനിമയുടെ സംഗീതം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ബാംഗ്ലൂർ പശ്ചാത്തലമാക്കിയിട്ടൊക്കെ കഥ പറഞ്ഞു പോകുന്നുണ്ട്, അവിടേക്ക് ഈ ഒരു സംഗീതത്തിന്റെ സംഭവമുണ്ട്, അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സംഭവമുണ്ട്, ഈ സിനിമയ്ക്കകത്ത് 2 ഫൈറ്റ് സീൻസ് വരുന്നുണ്ട്. ഒന്നൊരു മോർച്ചറിക്കകത്ത് വെച്ചാണ്, മറ്റൊന്ന് ഒരു കാടിനകത്ത് വെച്ചാണ് സിനിമയുടെ ക്ലൈമാക്സിൽ. ഏറ്റവും ഭംഗിയായിട്ട് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് എനിക്ക് ഇതിനകത്ത് യൂസ് ചെയ്തതായിട്ട് തോന്നിയ 2 സംഭവങ്ങളാണത്. ഭയങ്കര രസമായിട്ട് പുള്ളി ആ കട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മോർച്ചറിക്കകത്ത് വെച്ചിട്ടുള്ള ആ ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്ത്. പിന്നെ കാടിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നൈറ്റിലാണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. ആ സമയത്തുള്ള നമ്മുടെ DOP ആയിട്ടുള്ള റോബി വർഗീസിന്റെ ആ ഒരു വർക്കിനെ കുറിച്ചും കൂടി പറയേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തൊരു നൈറ്റ് സീക്വൻസ് ആണത്. ഭയങ്കരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്കായിട്ട് ചെയ്ത സീനായിരുന്നു അത്. അവിടെയാണ് എനിക്ക് ഇവരുടെ ഈ ഒരു എഡിറ്ററുടെ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ DOPയുടെ ആണെങ്കിലും ഏറ്റവും നല്ല വർക്കായിട്ട് സിനിമയ്ക്കകത്ത് തോന്നിയ 2 സിറ്റുവേഷൻസ് ആണത്. സിനിമയുടെ DOP ആയിട്ടുള്ള റോബി വർഗീസ്, എഡിറ്റർ ആയിട്ടുള്ള ചമൻ ചാക്കോ, ഇവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചമൻ ചാക്കോയുടെ കാര്യം അറിയാലോ, ഇപ്പൊ വരുന്ന സിനിമകളിലെല്ലാം ഇദ്ദേഹം തന്നെയാണ് എഡിറ്ററായിട്ട് വരുന്നത്. എല്ലാ ജോണറിൽപ്പെട്ട സിനിമകളും ഇദ്ദേഹം എടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. സോ ചമൻ ചാക്കോ എന്ന് പറഞ്ഞ എഡിറ്ററെ കുറിച്ച് കൂടി പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സിനിമകളിലും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം സാധാരണ ഇദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളൊക്കെ പോലെ തന്നെയുള്ള സിനിമയാണ്. ഭയങ്കര പുതുമ കാര്യങ്ങളൊന്നുമില്ല, ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.